ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ കർക്കിടക വാവാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ കർക്കിടക വാവിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് കർക്കിടക വാവ് ബലി. അപ്പോൾ നമ്മൾ ഈ കർക്കിടക വാവ് ബലി എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർക്കിടക വാവ് ബലി അർപ്പിക്കുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി നമ്മൾ ഈ ബലി ചെയ്യുന്നതിലൂടെ അവർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബലി ഇടുന്നത്. പിതൃക്കൾക്ക് ഭൂമിയിലെ ഒരു മാസം ഒരു ദിവസമാണ്. അങ്ങനെ 12 മാസം 12 ദിവസമാണ്. ഈ 12 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ബന്ധുജനങ്ങൾ പിതൃക്കൾക്ക് അന്നം എത്തിച്ചു കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ വാവ് ബലി എന്ന് പറയുന്നത്. ഗായ്സ്, അപ്പോൾ ഇതൊരു ഹൈന്ദവ വിശ്വാസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലാണ് കൂടുതലായിട്ടും ഈ പിതൃതർപ്പണം നമ്മൾ കണ്ടുവരുന്നത്. മാത്രമല്ല, ഇത് ബുദ്ധമതം രാജ്യങ്ങളിലും ഇതുണ്ട്. അപ്പോൾ നമ്മുടെ ജപ്പാനിൽ ഈ പിതൃതർപ്പണത്തിന് ചൈ എന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ ഈ വാവുബലി മുടക്കുന്നവരോട് നമ്മുടെ ഈ പിതൃക്കൾ എന്താ പറയുക കോപിക്കും എന്നൊരു വിശ്വാസമുണ്ട്. മാത്രമല്ല, മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ് തർപ്പണം. അരി, പൂവ്, എള്ള്, ജലം എന്നിവയാണ് നമ്മൾ തർപ്പണം ചെയ്യുന്നത്. എല്ലാ മാസത്തിലെയും കറുത്ത വാവ് ദിവസം നമുക്ക് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഈ ബലിതർപ്പണം ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മുടെ കർക്കിടക മാസത്തിലെയും തുലാമാസത്തിലെയും അമാവാസിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഗായ്സ്, അപ്പം നമ്മൾ ബലി ഇടുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രങ്ങളിലും പുഴക്കരയിലും കടൽ തീരങ്ങളിലും ഒക്കെയാണ് നമ്മൾ ബലിതർപ്പണം ചെയ്യുക. പിതൃകർമ്മത്തിൽ കർക്കിടക മാസത്തിലെ വാവുബലിക്ക് വളരെ പ്രാധാന്യമുണ്ട്. മോക്ഷം, സ്വർഗം, ധനം, ദീർഘായുസ് തുടങ്ങിയതെല്ലാം നമ്മൾ ഈ ബലി ഇടുന്നതിലൂടെ നമുക്ക് നമ്മുടെ പിതൃക്കൾ നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് പിതൃകർമ്മത്തിലൂടെ നമുക്ക് സർവ്വ ഐശ്വര്യം നമുക്ക് വരുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഈ കർക്കിടക വാവ് ബലി അപ്പം നമ്മുടെ മമ്മ നമ്മുടെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇന്നിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മമ്മ അപ്പം പപ്പയ്ക്ക് വേണ്ടി ബലിയിടുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം വാവ് ബലിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഗായ്സ്. ടാറ്റാ.